ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും സ്വാഗതം. സൂറത്തങ്ങൾ കല്യാണം ഇന്ന് ആരുടെ കല്യാണം എന്ന് ചോദിച്ചില്ലേ? ഇന്നെൻ്റെ അയൽവാസീൻ്റെ സുബിയുടെ മോളുടെ കല്യാണം കേട്ടോ. പറഞ്ഞാൽ മനസ്സിലാവണാവോ? സുബിയുടെ മോളുടെ മൂന്നാമത്തെ മകളുടെ കല്യാണമാണ്. ഇന്ന് മുക്രിയത്തിലാണ്. അപ്പോൾ കല്യാണത്തിന് പോകണം. ഉച്ചക്കല്ലേ, ചെക്കൻ്റെ പെണ്ണിൻ്റെയൊക്കെ കല്യാണം ഒരിക്കൽ തന്നെ. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നെന്താ സംസാര വിഷയം എന്ന് വെച്ചാൽ കല്യാണത്തിന് പോകണം. കല്യാണം ഉണ്ട്, പക്ഷേ കല്യാണമൊക്കെ എങ്ങനെയൊക്കെ കഴിക്കണമെന്നൊന്നും അറിയില്ല. പാവപ്പെട്ടവരൊക്കെ കല്യാണം കഴിക്കുക, എന്താ സ്വർണത്തിൻ്റെ വില അല്ലേ? എന്തേലും ഒന്ന് മക്കൾക്ക് കഴുത്തിലും കാതിലും കെട്ടാൻ കൊടുക്കണ്ടേ? അതിനൊക്കെ വലിയ പാടാണ്. രണ്ടും മൂന്നൊക്കെ ഒക്കെ പെൺകുട്ടികളിലൊരു ഭയങ്കര ബുദ്ധിമുട്ടന്നല്ലേ? എല്ലാവർക്കും വിഷമം തന്നെയാവുന്നു. സ്ത്രീധനം ചോദിക്കാൻ പാടില്ല, സ്വർണം കൊടുക്കാൻ പാടില്ല, സ്ത്രീധനം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീധനം വെച്ചാൽ പണം വാങ്ങിക്കുന്നതിൽ മാത്രം കുറവുണ്ടാവുള്ളൂ. കുറവ് വേണ്ടാന്ന് പറയും, അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴുത്തിലും കാതിലൊക്കെ കെട്ടാൻ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ചെയ്യുന്നൊന്നും അറിയില്ല ആൾക്കാരില്ലേ. ഒരാളെ കാര്യമില്ല കേട്ടോ, എല്ലാവരും കാര്യം പറയുന്നത്. ഇതൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് എനിക്കാണ് ടെൻഷൻ. എനിക്കൊരു 10 പെൺകുട്ടികളെ ഇനിയും കെട്ടിക്കാനുള്ള പോലത്തെ ടെൻഷൻ എനിക്ക്. പിന്നെ ആൾക്കാരെ ഈ പെൺകുട്ടികൾ പാവപ്പെട്ടവരെ കല്യാണ കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എൻ്റെ മക്കൾ നിങ്ങളെന്തിനാ വെറുതെ ബേജാറടിക്കണേ? ഞാനിങ്ങനെ അന്തല്ലാതൊക്കെ നടക്കും. അതാലോചിച്ചിട്ട് നിങ്ങളെ മക്കളൊന്നും ഇനി കെട്ടിക്കാലല്ലോ എന്നറിയും. പക്ഷെ എൻ്റെ മക്കളല്ലെങ്കിലും ആരുടെ മക്കളായാലും മക്കൾ കല്യാണം കഴിക്കും. മക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ. പക്ഷെ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിയില്ലാണ്ടാകുമ്പോൾ അവർക്കൊരു കുട്ടികളുടെ ആഗ്രഹം നടക്കാതെ പോവല്ലേ? അതും വിഷമം. അപ്പോൾ അതും വിഷമമാണ്. പിന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ രക്ഷിതാക്കളെ വരുമാനം അറിയാണ്ട് കുട്ടികൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ആ മക്കളോടും ദേഷ്യവും തോന്നും, വിഷമവും ഒക്കെ തോന്നിട്ടാ. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ആഗ്രഹങ്ങളല്ലേ. പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും പല പല ആഗ്രഹങ്ങളെ. കഴിവുണ്ടോ ഇല്ലേന്നൊന്നും അവർക്കറിയണ്ട. അവരാഗ്രഹിക്കണ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. എൻ്റെ അടുത്ത കുഞ്ഞു ബേബിയൊക്കെ പോയിട്ടിപ്പോൾ 10 ദിവസമായി. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പോയി നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഓടിപ്പോകാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. 60 കിലോമീറ്റർ പോകണം. എനിക്കാണെങ്കിൽ വണ്ടി ഇരിക്കാൻ പേടിയാണ്. എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് വണ്ടി ഇരിക്കാൻ. പിന്നെ ഓരോ നാടിയോടൊക്കെ കേൾക്കുമ്പോൾ ഓരോ പേടി, ഭയം തോന്നണം. ഒരു ദിവസം ഈ 1 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. നടക്കാനുള്ള വഴിയല്ലേ ഉള്ളൂ. പക്ഷെ ഒരു പാടത്ത് കൂടെ അങ്ങനെ നടക്കേണ്ട കാരണം കൊണ്ട് അത് മടിച്ചിട്ട് ബസ്സിൽ കയറിയിട്ട് അവിടെ ഈ സ്റ്റോപ്പിൽ നിന്ന് അപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും കുടൽ കരിഞ്ഞിട്ടുണ്ട്. അമ്മാതിരി സ്പീഡുണ്ട്. വണ്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ എന്താ അവസ്ഥ? ഞാൻ അപ്പോഴത്തേനും ചാവും അവിടെ എത്തുമ്പോഴത്തേനും. പേടി വെച്ചിട്ടുള്ളൊരു വണ്ടി കയറിയാൽ ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും രോഗമാണോ എന്നൊക്കെ തോന്നും ചിലപ്പോൾ. വല്ല മാനസിക രോഗമാണോ എന്ന് തോന്നും. അമ്മാതിരി ഭയമാണ് വണ്ടിയിൽ കയറിയാൽ. അപ്പോൾ അങ്ങോട്ടൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ യാത്ര അങ്ങോട്ടും ഉണ്ട്. 4 ഇല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ അവിടെ ലാസ്റ്റ് പോയി ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോവാച്ചെങ്കിൽ 4 മണിക്കൂർ എടുക്കും. അല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ ഈ ലിമിറ്റഡ് സ്റ്റോപ്പിലൊക്കെ പോയാലേ ഇവരിങ്ങനെ പറപ്പിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പോകണം എന്തായാലും. പേടിയാതുകൊണ്ട് ഇരുന്നുകൊണ്ടും കാര്യമില്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് പോകണം. കുട്ടി പോയിട്ട് ഭയങ്കര ടെൻഷനാവണം അതിനെ കാണാനിട്ട്. പിന്നെ ഇപ്പോൾ മൂത്ത മോളാണെങ്കിൽ ഇവിടെ അടുത്താണ്. അതിപ്പോൾ കുറച്ച് നടന്നു പോയാലും കാണാം.
പിന്നെ ഇന്നത്തെ ഒരു സംസാര വിഷയം, ഇന്ന് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്. ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അപ്പോൾ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടപ്പോൾ അതിനെ പറ്റിയൊന്ന് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് തോന്നിയതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ അമ്മയും കുഞ്ഞും കൂടിയിട്ട് കിണറ്റി ചാടി കുട്ടി മരിച്ച് അമ്മ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു ന്യൂസ് ഉണ്ട്. ഇപ്പം എന്തായി, ഒരു ദേഷ്യത്തിന് കിണറ്റി ചാടി കുട്ടി കയ്യിൽ നിന്ന് പോയാൽ അമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ചിന്തിക്കില്ല. അമ്മ മരിച്ചിട്ട് കുട്ടികൾ ജീവിക്കുമോ, കുട്ടികൾ മരിച്ചിട്ട് അമ്മ ജീവിക്കുമോ ഒന്നും അറിയാതെയാണ് ഈ പോയി ചാടുന്നത്. രണ്ടാളും മരിക്കണച്ചിട്ടാണ് ചാടുന്നത്. അപ്പം എന്തായി, അപ്പം അവൾക്ക് ആരെക്കൊണ്ടൊക്കെയോ, ഞാനത് കൂടുതൽ ന്യൂസൊന്നും എന്താ കാരണമൊന്നും ഞാൻ നോക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല കേട്ടാ. എന്തെങ്കിലും ഇപ്പോൾ ഒരു കാരണമില്ലാതെ അവളിപ്പോൾ ഇത് ചെയ്യൂലല്ലോ. അപ്പോൾ അവൾ ഒഴിവായി. ഇനിയിപ്പോൾ അവൾ സഹിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും ഈ കുട്ടി അനുഭവിച്ചിട്ട് ജീവിക്കണം. അതിനെത്ര 2 വയസ്സ് 2.5 വയസ്സൊക്കെ ഉള്ളൂ തോന്നുന്നു. ആ കുട്ടീൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ, ഒരു പെൺകുട്ടി. ഒരിക്കൽ പറയാൻ കാരണം എന്തെന്നറിയോ, ഒരിക്കൽ ഞാനങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒരു നിമിഷത്തിൽ എൻ്റെ മക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും ഞാൻ നാണം കെട്ട് നിന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഒരവസ്ഥ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. അത് നാണം കെട്ട് നിന്നെന്ന് തന്നെ, ഞാനൊരു അവിഹിത ബന്ധത്തിൽ എന്നെ പിടിച്ചിട്ടൊന്നല്ലാട്ടാ ഞാൻ നാണം കെട്ട് നിന്നത്. അതല്ലെങ്കിൽ ഞാനൊരു കള്ളക്കേസ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ക്രിമിനൽ കാര്യം ചെയ്തിട്ടോ ഒന്നും അല്ലാട്ട ഞാൻ ആ നാണം കെട്ട് നിന്ന് പോയത്. ഒരാളോട് എനിക്ക് അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് അവകാശം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അവകാശപ്പെട്ടത് ഒരു 100 രൂപ കുട്ടികൾക്ക് അവകാശപ്പെട്ട പണത്തിൽ നിന്ന് ഒരു 100 രൂപ അവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ആ ഒരു കുറ്റം കൊണ്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് നാണം കെട്ടിട്ട് നാട്ടുകാരുടെ മുന്നിൽ മക്കളെ മുമ്പിൽ നാണം കെട്ട് നിന്ന് പോയൊരു ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ ഒരു കാര്യം. കുഞ്ഞുങ്ങളെ കൊണ്ട് മരിക്കായിരുന്നു, അത്രക്ക് നാണക്കേട്. ഞാൻ അപ്പോൾ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ വേദനകളല്ല, അതിൻ്റെ ആ ഒരു വിഷമം കൊണ്ടല്ല. എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, മോളെ അടി വാങ്ങുമ്പോൾ മോതിരിട്ട കൈകൊണ്ട് വാങ്ങണം. പക്ഷെ അത് ഒന്നുമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയതിൻ്റെ ഒന്നുമല്ലാത്ത കാര്യത്തിന്, ഒന്നുമില്ലാത്ത ആളല്ല, ഒന്നുമല്ലാത്ത നിസ്സാര കാര്യത്തിന് അടി വാങ്ങിയിട്ട് നാണം കെട്ട് നിന്ന് പോയൊരു സാഹചര്യമുണ്ട്. അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. 2 പെൺകുട്ടികൾ കയ്യിലുണ്ട്. അവരെയും കൂടി കൊന്നാലോ മരിച്ചാലോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ നേരവെളുക്കോളിരുന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് തീരുമാനിച്ചത് എന്താണെന്നറിയാം, ചെയ്യണ്ട. കാരണം എന്താണെന്നറിയാം, അപ്പം ഞാൻ അതിനോട് ചെയ്യണ്ടെന്ന് തീരുമാനിക്കാണ്ടായ കാരണം, ഒന്ന്, ഞാൻ മരിച്ചിട്ട് എൻ്റെ കുട്ടികൾ രക്ഷപ്പെട്ടാലോ, അപ്പം അവരാരും നോക്കും, ആരും അവരെ സംരക്ഷിക്കാനുണ്ടാവില്ല. എൻ്റെ കുട്ടികൾ കഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് ഞാനപ്പം. പിന്നെ എൻ്റെ മക്കൾ മരിച്ചിട്ട് ഞാൻ മരിക്കാതിരുന്നാലോ, അവരെൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമുണ്ടാകും. പോരാത്തതിന് ഞാൻ ജയിലും പോകേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എന്താ പറയുക, കഞ്ഞിയും വേണ്ട എന്നോട് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായ? ആ കഞ്ഞി നമുക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ആ കഞ്ഞിക്കലം നമ്മൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ വക്കും തെറ്റും ഒക്കെ പൊട്ടിയത് നമ്മുടെ മേലിട്ട് കോറുന്നത്. നമ്മുടെ മേല് അത് തേക്കുകയും കഴുകുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദേഹം മുറിയണത് അത് പൊട്ടിയ കലം
നമുക്ക് വേണം, നമുക്ക് അതിൽ വെക്കണ കഞ്ഞി നമുക്ക് വേണം എന്ന് വിചാരിക്കുമ്പോൾ, ആ കഞ്ഞി നമുക്ക് വേണമെന്ന് വിചാരിക്കുമ്പോഴാണ് ആ കലത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ പൊട്ടിയ ചട്ടി കലത്തിൻ്റെ വക്കും തെറ്റും പൊട്ടിയിട്ട് നമ്മുടെ ശരീരം കീറുന്നത്. അപ്പോൾ ആ കഞ്ഞി വേണ്ട, ആ കഞ്ഞികാലവും വേണ്ട എന്നങ്ങോട്ട് തീരുമാനിച്ചാൽ ഞാനും എൻ്റെ 2 കുട്ടികളെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റും, എനിക്കും ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ആ കഞ്ഞി വേണ്ട, കഞ്ഞികാലവും വേണ്ട എന്നങ്ങോട്ട് തീരുമാനിച്ച്. പിന്നെ 4ാമത്തെ കാര്യം, ലോൺ എടുത്തിട്ടാണ് വീട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ലോൺ എടുത്ത് വീട് കയറ്റിയിട്ട് സൊസൈറ്റിയിൽ നിന്ന്, സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് കയറ്റിയിട്ട് 1 മാസം 2 മാസം പോലും ആയിട്ടുണ്ടായില്ല. അപ്പോൾ 5 വർഷത്തേക്കാണ് അടവ്. അപ്പോൾ ഞാൻ എന്ത് ചിന്തിച്ചെന്നറിയോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സ്ഥലം വാങ്ങി വീട് വെച്ച്, അപ്പോൾ ലോൺ എടുത്ത പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ, എൻ്റെ 8-9 കൊല്ലത്തെ സമ്പാദ്യം ഒക്കെ എടുത്തിട്ടാണ് കയറ്റിക്കണത്. അപ്പോൾ ഇത് എനിക്ക് ജീവിക്കാനൊരു ഇടമുള്ളപ്പോൾ ഞാനത് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു കാര്യം. 2ാമത്തത്, ലോൺ എടുത്ത് വീട് കയറ്റിയിട്ട് സൊസൈറ്റിക്കാർ ഞാനത് തിരിച്ചടക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് എനിക്കത് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഈ 2 മാസത്തെ അടവ് 2 മാസമായിട്ടുള്ളൂ. ആ പൈസ ഞാൻ കൊടുക്കാതെ ഞാനങ്ങോട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട ഇത് അവരെടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതും വേണ്ട. അങ്ങനെ 5-6 കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് ആ സംഭവം അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണ്ടെന്നാണ് തീരുമാനിച്ച്. വേണ്ട. അപ്പം എന്തായി? അതുകൊണ്ട് എന്തായി? ഇന്ന് ഞാൻ ജീവിച്ചിരിക്കണ്. ആ പെൺകുട്ടികളും സന്തോഷമായിട്ട് ജീവിച്ച് വളർന്ന് വലുതായി, മക്കളും ഭർത്താവും പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം അങ്ങനത്തൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കുക. ആരായാലും 2ാമതൊന്ന് 3ാമതും 4ാമതൊക്കെ ആലോചിക്കുക. ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് മരിക്കാനിറങ്ങുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടിട്ട് മക്കൾ മരിക്കുമോ, മക്കൾ മരിച്ചിട്ട് നമ്മൾ രക്ഷപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കണം. പെണ്ണുങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കുഞ്ഞു മക്കളെ കൊണ്ടുപോയിട്ട്? അവർക്കൊരു ജീവിതമുണ്ട്, അവർക്കൊരു ഭാവിയുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് അവർ നന്നാവും. അങ്ങനെയും ചിന്തിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പൊട്ടിയ ചട്ടിയ കാലാണെങ്കിൽ അതിൽ കഞ്ഞിയും വെക്കണ്ട, അത് കുടിക്കും വേണ്ട എന്നാൽ തീരുമാനിച്ച കാര്യം കഴിഞ്ഞു. കഞ്ഞി വേണ്ട, കഞ്ഞിക്കാലം വേണ്ട, അതാണ് തീരുമാനിച്ച് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞു മക്കളെ കൊണ്ട് കൊല്ലല്ലേ പെണ്ണുങ്ങളെ നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്. സോറി, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.